എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ലൊരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. വെറും 2-3 മിനിറ്റ് കൊണ്ട് തേങ്ങയൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഉണ്ടാക്കലൊക്കെ വളരെ സിമ്പിളാണെങ്കിലും സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിലെ മെയിൻ ഐറ്റം 1 കപ്പ് നിറയെ തൈര് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം പുളിയുള്ള തൈരാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒത്തിരി അങ്ങ് ക്രീമി ആയിട്ടുള്ള തൈരല്ല, കുറച്ച് ലൂസായിട്ടുള്ള തൈര് തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ നല്ല ക്രീമി ആയിട്ടുള്ള തൈരുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു കട്ടകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്താൽ പെട്ടെന്ന് അങ്ങ് ഒത്തിരി ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ടോ കോർക്ക് വെച്ചിട്ടോ ആണെങ്കിലും ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നമ്മളുടെ കറി അങ്ങ് റെഡിയാക്കി എടുക്കാം. ഈ ഒരു കറിക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ഐറ്റംസും ഞാൻ ഇവിടെ ചതച്ചും അതുപോലെ കട്ട് ചെയ്തും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 4-5 വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചേക്കുവാണ്. അതുപോലെ ഒരു 7-8 ചെറിയുള്ളി, അത് ഞാൻ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ചെറിയുള്ളി നമ്മൾ കറി റെഡിയാക്കി ചോറിലേക്ക് ഒഴിച്ച് കഴിക്കുന്ന ടൈമിൽ ആ ഒരു ഉള്ളി കൂട്ടി തന്നെ ചോറ് കഴിക്കാനായിട്ട് നല്ല രുചിയായിരിക്കും. പിന്നെ വേണ്ടത് 2-3 പച്ചമുളക്, അതും ഇടിച്ചു വെച്ചു. കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് കറി റെഡിയാക്കാനുള്ള മൺചട്ടി ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് ഉലുവയൊക്കെ എല്ലാം ഒന്ന് പൊട്ടിയ ശേഷം 1/2 ടീസ്പൂണോളം കടുകും കൂടി ഇട്ട് കൊടുത്തു. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചച്ചുവ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരുന്ന പച്ചമുളകും അതുപോലെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു ഉള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് കളറൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ അളവിൽ തന്നെ സാധാരണ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ആ ഒരു പൊടികളുടെ പച്ചച്ചുവയൊന്ന് മാറുന്നത് വരെ മാത്രം മതി. അതിനുശേഷം ഇതിലേക്ക് നല്ല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂൺ മാത്രം മതി. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തൈര് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചും കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ നമ്മൾ ഇതുവരെ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മളെടുത്തത് കുറച്ചൊന്ന് ലൂസായിട്ടുള്ള മോരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ചൊന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൂത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ആ ഒരു തൈരെടുത്ത മൺപാത്രത്തിലേക്ക് 1 ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഒരല്പം നല്ല വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തരിയില്ലാതെ കട്ടകളൊന്നും ഇല്ലാതെ എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മോരുകറിയിലേക്ക് ഇതങ്ങ് ഒഴിച്ചും കൂടി കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ കറിക്ക് കുറച്ചൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള മോരാണ് എടുക്കുന്നതെങ്കിൽ അതിനിങ്ങനെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. തിളയ്ക്കാൻ പാടില്ല, തിളച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തിളയ്ക്കാൻ അനുവദിക്കാതെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ചൂടാക്കി എടുക്കാം. അതുപോലെ ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ്ഡായി നല്ലൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് ഇളക്കി കൊടുക്കുവാണ്.
ഹൈ ഫ്ലെയിമിലിട്ട് കറി നന്നായിട്ട് ചൂടായി ഒന്ന് പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഉപ്പും പുളിയും ഒക്കെ നമ്മൾ നോക്കി നല്ല കറക്റ്റാണ്. പിന്നീട് പുളി കൂടുമെങ്കിൽ മാത്രം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ സിമ്പിളായിട്ടുള്ള മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഈ ഒരു കറി നന്നായിട്ടൊന്ന് ആറി തണുത്ത് വരുമ്പോഴേക്കും കുറച്ച് നല്ല ടേസ്റ്റും കൂടും, അതുപോലെ കുറച്ചൊന്ന് തിക്കായിട്ടും കൂടി വരും. നല്ല ചൂട് ചോറിൻ്റെ പുറത്തേക്ക് ഇതൊരല്പം ഒഴിച്ച് എന്തെങ്കിലും ഒരു തോരനോ പപ്പടമോ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ഇതിലെ ആ ഒരു വറ്റൽമുളകും അതുപോലെ ഉള്ളിയുമൊക്കെ തിരുമ്മി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സിമ്പിൾ മോരുകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്